മോനെ എടാ, എനിക്ക് ഇന്നലെ ഒരു ഉപദേശം കിട്ടി. ഉപദേശം ഇത്രയ്ക്ക് നൈസായിരുന്നു, കേട്ടപ്പോൾ തന്നെ എൻ്റെ തലയിലെ മുടിയെല്ലാം കൂടെ അങ്ങ് പൊങ്ങി നിന്ന്. എന്നുവെച്ചാൽ ഫുള്ള് രോമാഞ്ചം അടിച്ചു എനിക്ക് ഉപദേശം കേട്ടപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉപദേശം എല്ലാവരും ഒന്ന് അറിയണം, ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവനെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനറേഷനിലെ പിള്ളേർ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് കല്യാണത്തിന് ശേഷമുള്ള ലൈഫ്, നമ്മൾ എങ്ങനെയാണ് ഭാര്യമാരുടെ എക്സ്പെക്റ്റേഷനൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്? കാരണം ഭാര്യമാർക്കൊക്കെ പല എക്സ്പെക്റ്റേഷൻ കാണുമല്ലോടാ, അവർ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ എങ്ങനെ വേണം കാര്യങ്ങൾ തരക്കേടൊന്നും ഇല്ലാതെ, പ്രോബ്ലം ഒന്നും വരാതെ മര്യാദയ്ക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രീറ്റ് യുവർ ഗേൾ ഫ്രണ്ട് ലൈക്ക് യുവർ വൈഫ്, പിന്നെ ട്രീറ്റ് യുവർ വൈഫ് ലൈക്ക് യുവർ ഗേൾ ഫ്രണ്ട്. മനസ്സിലായോടെ എന്തെങ്കിലും? അതായത് നമ്മുടെ ഭാര്യേനെ നമ്മളെ ഗേൾ ഫ്രണ്ടിനെ പോലെ നോക്കണം, നമ്മുടെ ഗേൾ ഫ്രണ്ടിനെ ഭാര്യേനെ പോലെ നോക്കണമെന്ന്. വാവ്! അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു, അപ്പം നമ്മൾ അവളെ നോക്കേണ്ടത് നമ്മൾ ഗേൾ ഫ്രണ്ടുമാരെ പണ്ട് നോക്കിക്കൊണ്ടിരുന്ന പോലെ എഫേർട്സ് ഒക്കെ ഇട്ട്, ഇടയ്ക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്ത്, പുറകെ നടന്ന് തമാശയൊക്കെ പറഞ്ഞ്, അതായത് നീ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ എങ്ങനെയാണോ നോക്കിയത് അതേപോലെ നീ കല്യാണം കഴിച്ചിട്ട് നിൻ്റെ ഭാര്യേനെ നോക്കണം. കാര്യം സിമ്പിൾ. അതേപോലെ ഗേൾ ഫ്രണ്ടിനെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഭാര്യമാരെ പണ്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്ന പോലെ. കാരണം നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ചിലവുകളും, 10 രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് നമ്മൾ 5 രൂപ ചിലവാക്കണം. സിനിമയ്ക്ക് കൊണ്ടുപോയി പോപ്കോൺ കൊടുക്കുന്നതിന് പകരം സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് വെറുതെ ഇറക്കിക്കൊണ്ട് വരണം. അങ്ങനെയൊക്കെ ആണ് നമ്മൾ നമ്മുടെ ഗേൾ ഫ്രണ്ടിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് മോനെ. പറഞ്ഞ കാര്യം ഭയങ്കര ചെറുതായിരുന്നു, പക്ഷേ എനിക്കതിൽ ഒരുപാട് വലിയ രഹസ്യങ്ങളും അതിലൊരു വലിയ ഒരു സോൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി മോനെ, ചേട്ടൻ ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും. കറക്റ്റ് കാര്യം. എടാ, ഇത് നീ വിചാരിക്കുന്ന പോലെ അല്ലറ ചില്ലറ ഉപദേശമൊന്നും അല്ല, ഇതങ്ങ് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ചേട്ടൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാ, ചേട്ടൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാ. അങ്ങനെ നമുക്കിത് പാരമ്പര്യമായിട്ട് വന്നു ചേർന്ന ഒരു ഉപദേശമാണ്. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല, മഹാത്മാഗാന്ധിയുടെ സമയത്ത് മുതലേ ഉള്ള ഒരു ഉപദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി എനിക്കിപ്പം 2 ജനറേഷൻ്റെ കാര്യം അറിയാം. അപ്പം അതിന് മുമ്പുള്ള ജനറേഷനും സെയിം കാര്യമായിരിക്കും ചെയ്തത്. അതുകൊണ്ട് ഈ റെയറായിട്ടുള്ള ഈ ഒരു എന്താ പറയുന്നത്, കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ ഒരു മാണിക്യം പോലുള്ള ഈ ഉപദേശം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണേടാ. ഇത് യൂസ് ചെയ്യണം. ഹരിയുടെ ബസ് വന്നു മോനെ. എന്നാൽ പിന്നെ ശരി, എന്നാൽ പിന്നെ ഞാൻ പോട്ട്, ഓഫീസിൽ പോകാൻ സമയമായി മോനെ. അപ്പോൾ ശരി, ബൈ.